എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ കണ്ണു തുറക്കും. അവനാണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പേയുടെ മടിയിൽ കിടക്കുകയാണ്. ഗ്രാൻഡ് പേ കണ്ട ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഗ്രാൻഡ് പാ, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. സത്യത്തില് ഇവിടെ എന്താ സംഭവിച്ചേ? ഞാനിപ്പോ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? അവനാണെങ്കിൽ പതിയെ എഴുന്നേക്കാൻ നോക്കും. അതിന് ഗ്രാൻഡ് പാ, വേണ്ട വേണ്ട, നീ എഴുന്നേക്കണ്ട, അല്പസമയം കൂടെ നീ എന്റെ മടിയിൽ കിടക്ക്. ഹീറോയ്ക്ക് ഇപ്പൊ ചെറുതായിട്ട് അവന്റെ ബോഡിയിൽ അവിടെ എവിടെയായിട്ട് പെയിനൊക്കെ തോന്നി തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഹീറോ ആ കണ്ണാടി പയ്യന്റെ അടുത്തേക്ക് പോകുന്ന അതേ സമയം ഇവിടെ ടീച്ചറാണെങ്കിൽ ആ പുതിയ ടീച്ചറുമായി സ്കൂളിന്റെ ടെറസിലേക്ക് വരും. അതിനുശേഷം ആ പുതിയ ടീച്ചറിനെ ഉപയോഗിച്ച് വലിയൊരു അമ്പ് കാലിക അപ്പൂപ്പന് നേരെ അങ്ങനെ എയ്ത് വിടുകയാണ്. ആ അമ്പാണെങ്കിൽ തെറിച്ചു വന്ന് അപ്പൂപ്പന്റെ നേർക്ക് പതിക്കും. അപ്പൂപ്പനത് ക്യാച്ച് ചെയ്യും. അതില് ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് കാണേണ്ട താമസം അപ്പൂപ്പൻ പോലീസിനോട് പറയും, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പോയേ പറ്റൂ, എന്റെ ആവശ്യം ചിലർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ആള് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള സെക്യൂരിറ്റീസിനെ എല്ലാം തല്ലി തെറിപ്പിച്ച് ഗ്രാൻഡ് പേ ആണെങ്കിൽ പുറത്തേക്ക് വരികയാണ്. ഇവിടെ കറക്റ്റ് സമയം ഹീറോ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ആ ബാരിയർ തകർക്കും. വെടിയുണ്ട മുകളിലേക്ക് പോയിട്ട് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് ആകാംക്ഷയോടുകൂടെ അതിനെ നോക്കി നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ബെല്ലു അടിയും. അതേസമയം ഗ്രാൻഡ് പേ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ സ്കൂളിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആളും ആ ഒരു ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും ആളും കണ്ടിട്ടില്ല. ആ ഫയർ വർക്സില് ഒരുപാട് മാജിക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയ വലിയ തീക്കട്ടകൾ അങ്ങനെ തെറിച്ച് താഴേക്ക് വരികയാണ്. അത് മനസ്സിലാക്കിയ ഗ്രാൻഡ് പേ ആണെങ്കിൽ ആളുടെ മാജിക് പവർ ഉപയോഗിച്ച് അത് ആ സ്കൂളിന്റെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയും. അത് പുറത്തേക്ക് പോയി വീണ്ടും പൊട്ടിത്തെറിച്ച് നല്ല അടിപൊളി ഫയർ വർക്ക്സ് ആയിട്ട് കുട്ടികൾക്കും അവിടെയുള്ള എല്ലാവർക്കും ഒരു ദൃശ്യ വിരുന്നായി മാറും. അതിനുശേഷം സാലമണും ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പൊ കണ്ണാടിപ്പൈനെ റൗണ്ട് ചെയ്യാണ്. കെരിയോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. സാലമൺ ചോദിക്കും, സത്യം പറയ്, നീ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത്? അതിനവൻ പറയും, അതെ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. സാഡ് ഫേസും വിഷമവും സങ്കടവും നിലവിളിയൊക്കെ കണ്ട് ആനന്ദിക്കാനാണ് ഇങ്ങനെയൊരു പ്ലാൻ ഒരുപാട് വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തത്. ഒരേ ഒരു കാര്യം മാത്രം ആ ഹീറോ പയ്യൻ ഇറുമയോട് നിങ്ങൾ പറയണം. അവൻ എൻ്റെ പ്ലാൻ അത് മുഴുവനായിട്ടും തകർത്ത് കളഞ്ഞെങ്കിലും എനിക്ക് അവനോട് യാതൊരു ദേഷ്യവുമില്ല. എനിക്ക് ഇപ്പൊ ചെറിയൊരു കുറ്റബോധമുണ്ട്. മാത്രമല്ല അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഉടനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ കണ്ണാടിപ്പയ്യനെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. അവരെയാണെങ്കിൽ അവളുടെ പപ്പയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം കാര്യം എന്താണെന്ന് തിരക്കും. ആളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ നമ്മുടെ ഹീറോയെ തന്നെ നോക്കുകയാണ്. അവസാനമായിട്ട് കണ്ണാടിപ്പയ്യൻ ഒരേ ഒരു കാര്യം പറയും, ഇത്തവണ എന്റെ പ്ലാൻ മുഴുവൻ ഫ്ലോപ്പായി, പക്ഷെ വീണ്ടും ഞാൻ തിരികെ എത്തും. കട്ട് ചെയ്ത നമ്മുടെ ഹീറോ അവൻ വീണ്ടും ഞെട്ടി എഴുന്നേറ്റ് ഗ്രാൻഡ് പേയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ഗ്രാൻഡ് പേ ആണെങ്കിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. അവൻ ചെയ്ത തെറ്റിനുള്ള പണിഷ്മെന്റ് അവൻ തീർച്ചയായിട്ടും അനുഭവിക്കണം. അതുപോലെ തന്നെ നീ ചെയ്ത കാര്യങ്ങൾക്ക് നീയും അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേ അവനെ തോളത്തെടുത്ത് കുട്ടികൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരാണ്. അവനെ കാണേണ്ട താമസം കുട്ടികളെല്ലാവരും ആർപ്പ് വിളിക്കും. ഹീറോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ ഗ്രാൻഡ് പേ പറയും, നീ കണ്ടുപിടിച്ച ആ ഒരു ഫയർ വർക്ക്സ് അത് ഇവിടെയുള്ള സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അതിനാണ് അവർ നിന്നെ അഭിനന്ദിക്കുന്നത്. സോ അവർക്ക് റിപ്ലൈ കൊടുക്ക്, നീയും നിന്റെ കൈവീശി കാണിക്കാൻ പറഞ്ഞ് ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ താഴേക്ക് കൊണ്ടുവരികയാണ്. ആമരിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ടെൻഷനാവും. അവളാണെങ്കിൽ ഹീറോയുടെ ചെവിയിൽ സീക്രട്ട് ആയിട്ട് പറയും, നീ എന്തിനാ ഇത് പബ്ലിക് ആയിട്ട് ചെയ്തത്? നമ്മൾ രണ്ടുപേരുള്ള സമയത്ത് ഈ ഫയർ വർക്ക്സ് ഒക്കെ നിനക്ക് ചെയ്താൽ പോരായിരുന്നോ? ഇവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ ഒറ്റ സ്വരത്തില് ഇപ്പൊ ഹീറോ ഏത് ടീമാണെന്ന് ചോദിക്കും. അവന്റെ ടീമിന്റെ പേര് അത് വിളിച്ചു പറയും. ഇതൊന്നും എന്റെ മാത്രം കഴിവല്ല, ആസിന്റെ, പച്ചമുടി പെണ്ണിന്റെ, കണ്ണാടി പയ്യന്റെ, അങ്ങനെ എല്ലാവരുടെയും കഴിവാണ് ഇത് ഇത്രയും ഗംഭീരമാക്കി തീർത്തതെന്ന് ഹീറോ പറയും. ആസും പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും ഹീറോയുടെ അടുത്തേക്ക് ഓടി വന്ന് കണ്ണാടിപ്പയ്യനെ കുറിച്ച് ചോദിക്കും. അതിന് ഹീറോ പറയും, അവൻ ഇപ്പൊ ഇവിടെ ഇല്ല, അത്യാവശ്യമായി അവൻ എവിടേക്കോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവ കണ്ണാടിപ്പയ്യനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നീ ഒരു ബാഡ് ആയിട്ടുള്ള ഡീമൻ ആണെങ്കിലും നിന്റെ കൂടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് ഞാനും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കണ്ണാടിപ്പയ്യനെ കാണിക്കും. അവന്റെ ടീം ഹെഡ് ആണെങ്കിൽ ഇന്നിത് ഫെയിലായി, പക്ഷെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും എൻ്റെ പ്ലാൻ സക്സസ് ആവുമെന്ന് പറയും. ഇവിടെയാണെങ്കിൽ ഇപ്പൊ ബാറ്റ്ലെസ് പാർട്ടി അത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഏത് ബാറ്റിൽ ടീമാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് കണ്ടെത്തി വോട്ട് ചെയ്യാണ്. സ്റ്റുഡൻസ് എല്ലാവരും കാത്തിരുന്ന ആ ഫൈനൽ ഡേ ഇന്നാണ്. പാരൻസ് എല്ലാവരും ആ ബാറ്റ്ലെസ് പാർട്ടിയിലേക്ക്
അവരുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ കടന്നു വരുന്നത്. കുട്ടികൾക്കും പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരുപോലെ സന്തോഷവും ആകാംക്ഷയുള്ള ആ ഒരു ദിവസം. നമ്മുടെ പച്ചമുടി പെണ്ണ് ക്ലാര, അവളാണെങ്കിൽ അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഹീറോയുടെയും ആസിന്റെ അടുത്തേക്കും വരും. ഹീറോയും ആസും അവളുടെ കാലിലേക്ക് നോക്കും. രണ്ട് കുട്ടികൾ അവളുടെ കാലിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവള് പറയും, ഇത് രണ്ടുപേരും എൻ്റെ ബ്രദേഴ്സും എൻ്റെ ബ്രദറും സിസ്റ്ററും ആണ്. ഇതെന്റെ മമ്മ എന്ന് പറഞ്ഞ് അവളിപ്പോ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവളുടെ കുഞ്ഞു ബ്രദർ ഓടി വന്ന് ആസിന്റെ വയറ്റില് അറിഞ്ഞ് പുറഞ്ഞ് ഇട്ടിക്കുകയാണ്. നിങ്ങളല്ലേ ഈ സ്കൂളിൽ വെച്ച് ഏറ്റവും പവർഫുൾ, എനിക്കറിയാം. ഞാനും വലുതാവുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പവർഫുൾ ആവുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും നിർത്താതെ ഇടിക്കും. ക്ലാരയുടെ മമ്മിയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് സംസാരിക്കും. ഇവളെപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് വീട്ടിൽ സംസാരിക്കുക. നിങ്ങൾ അവളെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ടെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ നല്ല ഫ്രണ്ട്ലി ആവും. ഇതൊക്കെ കണ്ട് ക്ലാര അവളിപ്പോ പാട്ടൊക്കെ പാടി ആ ഒരു പാർട്ടി അത് കൂടുതൽ കളർഫുൾ ആക്കുകയാണ്. സാറയുടെ അമ്മയും അവളുടെ സിബ്ലിങ്സും സാറയും എല്ലാവരും ചേർന്ന് ഓരോ പാർട്ടി ഹാളിലൊക്കെ പോയി ഒരുപാട് കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ തിന്ന് ചിലർക്കാണെങ്കിൽ 8ന്റെ പണിയൊക്കെ കൊടുത്ത് അങ്ങനെ ആർത്തുല്ലസിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും ഈ പാസിന്റെ അമ്മ അവരും അവിടേക്ക് വരികയാണ്. ഹീറോയെ കണ്ട് അവർ ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. ഇവൻ എപ്പോഴും നിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ഡീമൺ വേൾഡില് നിന്റെ അത്രയും കഴിവും പവറും ഉള്ള ഒരു സ്റ്റുഡന്റ് ഇല്ല. എന്നെപ്പോലെ ഒരാളെ എൻ്റെ മകന് ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ എനിക്കും. അങ്ങനെ ഓരോരുത്തരും അവരുടെ പാരൻസിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഹീറോയ്ക്ക് മാത്രം ഇപ്പം ആരുമില്ല. അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കുമ്പോഴായിരിക്കും ഗ്രാൻഡ് പേയും അസിസ്റ്റന്റ് ചേച്ചിയും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. ഗ്രാൻഡ് പേ കണ്ടതും ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാവും. ഗ്രാൻഡ് പാ, അങ്ങേക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നല്ലേ? ഗ്രാൻഡ് പേക്ക് ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞതല്ലേ? അതിന് ഗ്രാൻഡ് പാ, അതൊക്കെ ഞാൻ വേഗം ചെയ്തു തീർത്തു. എനിക്ക് അതിനെ കഴിഞ്ഞു എല്ലാം വലുത് എൻ്റെ ഗ്രാൻഡ് ചൈൽഡായ നീയാണെന്ന് പറഞ്ഞ് ഇപ്പോ അവനോടൊപ്പം ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ജിമ്മനാണെങ്കിൽ അവന്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഓരോരോ ബാറ്റ്ലേഴ്സ് ടീംസ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫുഡും ഗെയിംസും അങ്ങനെ എല്ലാം തന്നെ കാണിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഹീറോ ഉണ്ടാക്കിയ ആ ഒരു ഫയർ വർക്ക്സ് അത് ടീച്ചേഴ്സിനും അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഹീറോ തന്നെയായിരിക്കും ജയിക്കാൻ ചാൻസ് എന്ന് അവർക്കറിയാം. അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഗെയിംസ് മുഴുവൻ കളിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് സ്റ്റുഡൻസ് അവർ കാലിഗോ ടീച്ചറിനോട് കംപ്ലൈന്റ് ചെയ്യും. അസിസ്റ്റന്റിനെ കാണേണ്ട താമസം കാലിഗോ ആണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിഞ്ഞു പോകും. ഓൾമോസ്റ്റ് ടൈം നൈറ്റ് ആവുന്നത് കണ്ട നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ബാക്കിയുള്ള ഫയർ വർക്ക്സും സെറ്റ് ചെയ്ത് അതിനിപ്പോ തീ കൊടുക്കുകയാണ്. ആ ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് സ്റ്റുഡൻസ് എല്ലാവരും വീണ്ടും ഒരുപാട് അത്ഭുതപ്പെടും, ഇഷ്ടപ്പെടും. പാർട്ടി തീർന്നതിന് ശേഷം അവർ കളക്ട് ചെയ്ത ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഗ്രാൻഡ് പേയും അസിസ്റ്റന്റും നമ്മുടെ ആളും അവർ വീട്ടിലേക്ക് വരികയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ മുൻപിൽ ഗ്രാൻഡ് പേയും അസിസ്റ്റന്റും അവർ രണ്ടുപേരും അവന്റെ ഫാമിലിയാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കേട്ട സന്തോഷത്തിൽ ഗ്രാൻഡ് പാ ആ ഒരു മൊമെന്റ് ഇപ്പൊ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ എല്ലാവരും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത ആ ഒരു ടീം അതാരാണെന്ന് ഇപ്പൊ അറിയാൻ പോവാണ്. അത് അനൗൺസ് ചെയ്യാൻ മൈക്കിലൂടെ ടീച്ചേഴ്സ് അത് അനൗൺസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.